കോഷ്യൻ സ്പേസ് പുതുതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നു. കോഷ്യൻ സ്പേസ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? ആ ഈ കോഷ്യൻ E1-നകത്തുള്ള അഡീഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടില്ലേ, അതിനകത്തുള്ള സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ സെപ്പറേറ്റ് നമ്മൾ പറയണം. സോ അതാണ് ഇവിടെ പറയുന്നത്. കോഷ്യൻ എക്സ് പ്ലസ് കോഷ്യൻ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? കോഷ്യൻ്റ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന രീതിയിലാണ് കോസെറ്റ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന രീതിയിൽ ആഡ് ചെയ്യണത്. എ ഇൻറ്റു കോസെറ്റ് എക്സ് എന്ന് പറഞ്ഞാൽ കോസെറ്റ് എ എക്സ് ആയി മാറും. ഓക്കെ, സിംഗിൾട്ടൺ 0 എന്ന് പറഞ്ഞാൽ ആരാ? ഇപ്പോൾ ഏത് എലമെൻറ്റ്സ് സിംഗിൾട്ടൺ 0 കോസെറ്റിലോട്ട് പോവുക? എ പ്ലസ് എച്ച് ആണെങ്കിൽ എ പ്ലസ് 0 പ്ലസ് എച്ച് ആവുക. എച്ചിലെ എലമെൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ അതിനെ വലിച്ചിട്ട് എച്ചിനകത്ത് കൊണ്ടുപോകും അല്ലേ. ദാറ്റ് മീൻസ് സിംഗിൾട്ടൺ 0 എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്യണ ആരെയാണ്? E1-ലെ മെമ്പേഴ്സിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യണത്. ദ കോസെറ്റ് 0 is the 0 vector of the new space E bar E1 and the space E bar E1 is said to be a quotient space and the dimension of E bar E1 is called the, അതിന് നമ്മൾ പുതിയ പേര് വിളിക്കുന്നുണ്ട് ഇവിടെ, co-dimension of E1 with respect to E and we write it as co-dimension of E1 with respect to E. അതിനെ റൈറ്റ് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്, ശ്രദ്ധിക്കുക. എന്താണ്? ഈ കോഷ്യൻ്റ് E1, ഇത് E1 ഒരു സബ് സ്പേസ് ആണ്. ഈ കോഷ്യൻ്റ് E1-ൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയാണ് എന്ത്? co-dimension of E1 with respect to E. എന്നോട് പറഞ്ഞേക്കണം എന്താ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. co-dimension of C0 ഇൻസൈഡ് ദ സ്പേസ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കാര്യം എവിടെയും പറഞ്ഞ് കണ്ടില്ല, പക്ഷേ അങ്ങനെ ഒരു ഐഡിയ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നമുക്ക് നോക്കാം, എവിടെയും വെരിഫൈ ചെയ്യാൻ വേറെ വഴി വരുമ്പോൾ. ഈ എടുക്കണ E1 ഒരു ക്ലോസ്ഡ് സബ് സ്പേസ് ആയാലാണ് സത്യത്തിൽ കോഷ്യൻ സ്പേസ് ഉണ്ടാക്കാൻ കിട്ടുക. അപ്പം നമുക്ക് ചെക്ക് ചെയ്യാം. വൈ ഫൈനൽ ഡയമെൻഷൻ എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി ക്ലോസ്ഡ് ആയിരിക്കും, അതുകൊണ്ടായിരിക്കും അവനെ ചിലപ്പോൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറയാം. കോഷ്യൻ സ്പേസ് ഉണ്ടാക്കുമ്പോൾ വൈ ക്ലോസ്ഡ് ആവണോ വേണ്ടയോ, അല്ലെങ്കിൽ E1 ക്ലോസ്ഡ് ആവണോ വേണ്ടയോ എന്നാണ് ഡൗട്ട്. നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, കാരണം കോഷ്യൻ നോം ഡിഫൈൻ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ആരുടെ ക്ലോസ്ഡ് ആയിരിക്കണം? E1 ക്ലോസ്ഡ് ആണെന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അത് പക്ഷേ ചിലപ്പോൾ കോഷ്യൻ നോം ഡിഫൈൻ ചെയ്യുമ്പോൾ മാത്രമേ ആവശ്യം ഉണ്ടാവുള്ളൂ. സോ കോഷ്യൻ സ്പേസ് ഉണ്ടാക്കണമെങ്കിൽ E1 ക്ലോസ്ഡ് ആവണം നിർബന്ധമില്ല. നിങ്ങൾക്ക് ഉണ്ടാക്കാം എക്സ് ബൈ വൈ അല്ലെങ്കിൽ ഈ ബാർ ഈ കോഷ്യൻ്റ് E1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കണം. ഓക്കെ, ഇവിടെ എക്സാമ്പിൾ ഏതാ പറയണത്? C0. ഓക്കെ, co-dimension C0 ഇൻസൈഡ് ദി സ്പേസ് ഓഫ് C എന്ന് വെച്ചാൽ കൺവേർജിങ് സീക്വൻസിൻ്റെ സബ് സ്പേസ് ആണ് ആര്? C0. ഇനി അപ്പോൾ ക്ലോസ്ഡ് എന്താ വന്നതെന്നുള്ള കൺഫ്യൂഷൻ ഒന്നും വേണ്ട നിങ്ങൾക്ക്. ക്ലോസ് എന്നുള്ള കണ്ടീഷൻ വരണേ ശരിക്കും എന്താ? ക്ലോസ് നിങ്ങൾ എവിടെ കേട്ടിട്ടുള്ളത്? ടോപ്പോളജിയിലും റിയൽ ആൻസിലും കേട്ടിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് എങ്ങനെ ഫംഗ്ഷനിൽ വന്നു എന്ന് വിചാരിക്കേണ്ട. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ശരിക്കും ഇതാണ്. തന്നിരിക്കുന്ന ഒരു വെക്ടർ സ്പേസ് ആണ് അല്ലെങ്കിൽ ഒരു ലീനിയർ സ്പേസ് ആണ്. ആ ലീനിയർ സ്പേസിനകത്ത് എന്ത് സ്ട്രക്ചറേ ഉള്ളൂ ശരിക്ക്? ലീനിയർ സ്പേസിനകത്ത് വെക്ടേഴ്സ് ആഡ് ചെയ്യാം, വെക്ടേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം, സ്കാലാർ മൾട്ടിപ്പിൾ ചെയ്യാം. വെക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ല, സ്കാലാർ മൾട്ടിപ്പിൾ ചെയ്യാം. ഇതൊക്കെയാണുള്ളത്. പക്ഷേ എന്തില്ല അവിടെ സത്യത്തിൽ? ഒരു ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി സംസാരിക്കാനോ ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, ലിമിറ്റ് പറയാനോ ഒന്നും പറ്റില്ല. പക്ഷേ ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി ലിമിറ്റും ഒക്കെ പറയണമെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു നോഷൻ അവിടെ വേണം. എന്ത്? ഡിസ്റ്റൻസിനെ കുറിച്ചുള്ള ഒരു നോഷൻ വേണം അല്ലേ. അപ്പോൾ ഡിസ്റ്റൻസിനെ കുറിച്ചുള്ള നോഷൻ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ആരാ? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് ആൾക്കാരുടെ എക്സ് നിന്നും വൈയിലോട്ടുള്ള ഡിസ്റ്റൻസിന് നിങ്ങൾ മെട്രിക് D of x, y എന്നുള്ള ഡിസ്റ്റൻസിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു മെട്രിക് നോഷൻ എന്ന് പറഞ്ഞൊരു ഐഡിയ, ഒരു ഡിസ്റ്റൻസിനെ കുറിച്ചുള്ള നോഷൻ എവിടെ കൊണ്ടുവരണം? ഈ ലീനിയർ സ്പേസിനകത്ത് അല്ലെങ്കിൽ വെക്ടർ സ്പേസിനകത്ത് നിങ്ങൾക്ക് കൊണ്ടുവരണം. അത് കൊണ്ടുവരാൻ കൊണ്ടുവരാനുള്ള വഴി എന്ന് പറയുന്നത് ഇപ്പോൾ മോഡ് എക്സ്. ഓക്കെ, എഫ് ഓഫ് എന്താണ്? ഡിസ്റ്റൻസ് ഓഫ് എക്സ് വൈ റിയൽ ലൈനിൽ എടുത്തു കഴിഞ്ഞാൽ എന്തായിരുന്നു? രണ്ട് റിയൽ ലൈനിലെ രണ്ട് പോയിന്റ്സിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ ആയിരുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മോഡുലസ് എന്ന് പറയുന്ന അർത്ഥത്തിൽ രണ്ടാൾക്കാരുടെ D of x, y equal to മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ എഴുതി കഴിഞ്ഞാൽ മെട്രിക് ഒക്കെ ഫോം ചെയ്യും അല്ലേ. പക്ഷേ ഈ മെട്രിക് ഉണ്ടായത് എവിടെ നിന്നാണ്? D of ഡിസ്റ്റൻസ് ആയിട്ടുള്ള എക്സിന് വൈയിലോട്ടുള്ള ഡിസ്റ്റൻസിന് പകരം ഡിസ്റ്റൻസ് x, 0 അല്ലെങ്കിൽ മെട്രിക് നമ്മുടെ നോം. ഏത് നോം? മോഡ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള നോമെന്നാണ് സത്യത്തിൽ എന്തുണ്ടായിട്ടുള്ളത്? ആ മെട്രിക് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കഥ പോകണമെന്ന് നോക്കുക. ഒരു വെക്ടർ സ്പേസ് അല്ലെങ്കിൽ ലീനിയർ സ്പേസ് ഉണ്ടാവും. അതിനകത്ത് നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്യും? ഒരു നോം ഡിഫൈൻ ചെയ്യും. ആ നോം വെച്ച് ഇൻഡ്യൂസ് ചെയ്തിട്ട് ആരെ ഉണ്ടാക്കും? നിങ്ങളൊരു മെട്രിക്കിനെ ഉണ്ടാക്കും. ആ മെട്രിക് വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് പറയുക? പിന്നെ ആ സ്പേസിൻ്റെ കണ്ടിന്യൂറ്റിയും അതിൻ്റെ ലിമിറ്റ് പോയിന്റിനെ കുറിച്ചും ബാക്കി കാര്യങ്ങളൊക്കെ ഓപ്പൺ ബോളും ക്ലോസ്ഡ് ബോളും ഒക്കെ കൂടി സംസാരിക്കാൻ പോകുന്നത്.